ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ 2 ഉള്ളി വരെ എടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം മതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഈ ഒരു കറി കുട്ടികളെല്ലാം എന്തായാലും കൂട്ടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് എൻ്റെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം 3 കൂടിയും അരച്ച് പേസ്റ്റ് ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എല്ലാം ഇത്ര ക്വാണ്ടിറ്റി തന്നെ എടുക്കണമെന്നില്ല. ചെറിയ ഒരു 2-3 ആൾക്കാരുള്ള ഫാമിലി ആണെങ്കിൽ എല്ലാം ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതിയേ. ഞാനിപ്പോൾ എടുക്കുന്ന അളവിൻ്റെ നേരെ പകുതി എടുക്കുക എല്ലാ വെജിറ്റബിൾസും. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് മൂടി വെക്കാം. നല്ലോണം ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ്, കുറച്ച് മഷ്റൂം എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. മഷ്റൂമാണ് നമ്മുടെ ഈ കറിയുടെ ഹൈലൈറ്റ്. മഷ്റൂം എന്തായാലും വേണം. പൊതുവേ സാധാരണ നമ്മൾ മഷ്റൂമിനെ കൊണ്ട് എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. പിന്നെ എന്താ പറയുക, വേറെ തന്നെ ഒരു ടേസ്റ്റ്. നമ്മളെപ്പോഴും ഒരേ ടൈപ്പുള്ള ഒരു വെജിറ്റബിൾ കുറുമയല്ലേ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സബ്ജി ഉണ്ടാക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കാത്തൊരു രീതിയിൽ ഇത് ആദ്യമായിട്ട് ഞാനല്ല ഉണ്ടാക്കിയത്, എൻ്റെ മോളാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ അത് ടേസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്നും കൂടി വീഡിയോ എടുക്കാനായിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ്. അവളേതോ ഒരു ചാനലിൽ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ്. മഷ്റൂം പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം ചില ആൾക്കാർ മഷ്റൂം കുക്കറിലൊക്കെ വേവിച്ചിട്ട് കറി വെക്കുന്നതെന്ന് കേൾക്കാം, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. ഞാനിന്ന് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഈ കറി കൂട്ടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും നെയ്ച്ചോറിന് ചിക്കൻ കറിയേ പറ്റൂ, അങ്ങനെയല്ലേ നമ്മൾ സാധാരണ വിചാരിക്കുന്നത്, ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ. പക്ഷേ ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നെയ്ച്ചോറിന് നല്ലോണം സ്യൂട്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾസ് കുക്കായി വന്നപ്പം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. കണ്ടിന്യൂ ആയിട്ട് ഇളക്കുക. മൈദേൻ്റെ കളറ് മാറുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രം. അപ്പം നല്ലോണം കട്ടയില്ലാതെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്ര ബട്ടർ എടുത്തത് എനിക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ കറി വേണ്ടതുകൊണ്ടാണ്. നിങ്ങളൊന്നും ഇത്ര ബട്ടർ അല്ലെങ്കിൽ ഇത്ര പാൽ എടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 2.5 ഗ്ലാസ് പാലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ പകുതി എടുത്താൽ മതി. 2.5 ഗ്ലാസ് പാല് ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 2-3 ക്ലോവ്സ്, അതുപോലെ ഒരു ബേ ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ലാസ്റ്റ് നമ്മൾ കറിയിലേക്ക് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് എടുത്ത് ക്ലോസ് കടിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, എടുത്ത് മാറ്റുന്നത് നന്നായിരിക്കും. അപ്പം തിളച്ച് വരുന്നുണ്ട് നമ്മളെ വൈറ്റ് സോസ്. കണ്ടിന്യൂ ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ പൊസിഷൻ ഞാനൊന്ന് മാറ്റുമ്പോഴേക്ക് ഇതിൽ നിന്ന് സോസ് പതച്ച് മറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പതച്ച് മറിയാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പാല് ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് തന്നെ നിൽക്കും, ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റുമ്പോഴേക്ക് തിളച്ച് മറിഞ്ഞു പോകും. അപ്പം നമ്മുടെ വൈറ്റ് സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ വീഡിയോ എടുക്കൽ അവിടെ സ്റ്റെക്കായിപ്പോൾ. അപ്പോൾ നമ്മുടെ കുക്കായി വന്നിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചേർക്കുന്നത് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചേർക്കുന്ന തേങ്ങാപ്പാലാണ്, അല്ലെങ്കിൽ പാല് ഫ്രഷ് മിൽക്കും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുത്തിട്ടാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു 2 പച്ചമുളക് മുറിച്ചിട്ടെന്ന് മാത്രം, വേറെ പൗഡേഴ്സൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതിലേക്ക് ഇനി ക്രഷ്ഡ് ചില്ലീൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ നിർബന്ധമല്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സോൾട്ടെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കോറിയൻഡർ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടും. നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, ചപ്പാത്തിയുടെ കൂടെ ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിതാ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.